അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് പറഞ്ഞത്, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ due to a system of point charges. Electric potential due to a system of point charges. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറേ ചാർജുകൾ വിചാരിക്കാം. Q1, Q2, Q3 etc. Qn. Consider a number of point charges. ഇവിടെ ഞാനിപ്പോൾ ഒരു പോയിൻ്റ് എടുക്കുന്നു, പി എന്ന് പറയുന്ന പോയിൻ്റ്. നമ്മൾ എഴുതാൻ പോകുന്നത് ആ പോയിൻ്റിലുള്ള പൊട്ടൻഷ്യലാണ്. ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ഓക്കെ പറയാം. ഈ ഡിസ്റ്റൻസ് ഞാൻ R1 എടുത്തു, R1. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ അറ്റ് പി എന്താണ്? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q/R. Q/R എന്ന് പറയുമ്പോൾ Q1/R1 അല്ലേ, Q1/R1. ഓക്കെ, ഇത് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി ചെയ്തുമ്പോൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ സൈന് അസൈൻ ചെയ്യണം. ഇതിപ്പോൾ -Q1 ആണെങ്കിൽ -Q1 തന്നെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ വരും -1/4πε0 Q1/R1 അങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളിതൊക്കെ പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ R2 എന്നെടുത്തു, ഇത് R3, ഈ ഡിസ്റ്റൻസ് RN. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ അല്ലേ. പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ കാണാൻ പറഞ്ഞാൽ എല്ലാം തമ്മിൽ സ്കേലാർ ആയതുകൊണ്ട് എല്ലാം തമ്മിൽ നേരിട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി എന്തായിരിക്കും? 1/4πε0 Q/R എന്നല്ലേ ഫോമുല, Q/R. അപ്പോൾ ഇത് Q1/R1 സ്കേലർ ആയതുകൊണ്ടല്ലേ ആഡ് ചെയ്യുക. അടുത്ത് എന്ത് വരും? അടുത്തത് 1/4πε0 Q2/R2. അപ്പോൾ 1/4πε0 എല്ലാത്തിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ടേക്ക് 1/4πε0 ഔട്ട് സൈഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൽ വരിക Q/R. അപ്പോൾ ഇതിൽ Q1/R1 പ്ലസ് നെക്സ്റ്റ് Q2/R2 നെക്സ്റ്റ് Q3/R3 പ്ലസ് എറ്റ്സെട്ര പ്ലസ് ലാസ്റ്റ് Qn/Rn. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് കൊടുക്കണം. ഏതൊക്കെയാണ് നെഗറ്റീവ് അതിനനുസരിച്ച് കൊടുക്കണം. അത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഇതാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 1 കൂളമ്പിന് അല്ലേ, യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിൻ്റ് വരെ എത്തിക്കാനുള്ള ടോട്ടൽ വർക്കാണിത്. കാരണം എന്താ? ഇത് എന്തുകൊണ്ട് കുറേ ടേംസ് വന്നത്? കാരണം ഇതെല്ലാം പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് അതിനെ റിപ്പൽ ചെയ്യും, ഈ ചാർജ് റിപ്പൽ ചെയ്യും, അങ്ങനെ ഓരോ ചാർജും ഇതിനെ റിപ്പൽ ചെയ്യും അല്ലേ. ആ റിപ്പൽഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ടോട്ടൽ വർക്കാണ് ഈ പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതിന് നമുക്ക് പൊട്ടൻഷ്യലിന് നമുക്ക് 1/4πε0 ഈ ടേമിന് നമുക്ക് സിഗ്മ വെച്ച് എഴുതാം അല്ലേ. സിഗ്മ വെച്ച് എഴുതുന്ന അറിയില്ലേ? സിഗ്മ I = 1 to n അല്ലേ. I = 1 to n. ഇവിടെ എന്ത് വരും? Q1 എന്നുള്ളത് QI/R1 എടുത്ത് RI ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, ഇങ്ങനെ എഴുതാം. സിഗ്മ വെച്ച് ഇങ്ങനെ എഴുതാം അല്ലേ. 1/4πε0 സിഗ്മ I = 1 to n Qn/RI QI/RI. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. ഓക്കെ, അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ എല്ലാ ടേംസും നമ്മൾ ആഡ് ചെയ്താൽ മതി. ബിക്കോസ് പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലാർ. അപ്പോൾ നേരിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇക്യു പൊട്ടൻഷ്യൽ
ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഈ വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഈക്വൽ പൊട്ടൻഷ്യലുള്ള സർഫസ്. ഇപ്പോൾ നിങ്ങളൊരു ഇവിടെ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് ചാർജ് വെച്ചു. പോയിൻ്റ് ചാർജാണ്. ഈ പോയിൻ്റ് ചാർജിൻ്റെ ചുറ്റും ഞാനിങ്ങനെ ഒരു സ്ഫിയർ വരച്ചു. ഇതൊരു സ്ഫിയറാണ്. സ്ഫിയർ ഓഫ് പോയിൻ്റ് ചാർജ് ഉള്ളത് അതിൻ്റെ സെൻറ്ററിലാണ്. പോയിൻ്റ് ചാർജ് ഈസ് അറ്റ് സെൻറ്റർ. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് ഞാൻ R നിർത്തും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. ഇവിടെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ ഇൻഡിക്കേഷൻ 1/4πε0 Q/R. ഇവിടെയാണെങ്കിലോ 1/4πε0 Q/R. R തന്നെയല്ലേ വരിക. ഇവിടെയാണെങ്കിലും ഈ പോയിന്റിലാണെങ്കിലും R തന്നെ. അപ്പോൾ 1/4πε0 Q/R. എന്ന് വെച്ചാൽ ഈ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലായിടെയും, ഇതിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും ഓക്കെ, ഇതിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്. എല്ലാ പോയിന്റിലും ഈ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q/R ആണ്. Q/R ആണ് ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിമായ ഒരു സർഫസ് ആയത് അല്ലേ. പൊട്ടൻഷ്യൽ സെയിമായ സർഫസാണ്. ഓക്കെ, ഈ സർഫസിൻ്റെ പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർഫസ് ഓവർ വിച്ച് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയ ഒരു സർഫസാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് ചാർജിന് ചുറ്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു സ്ഫിയർ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ വേറൊരു സ്ഫിയർ വരച്ചാലോ? അതിന് കോൺസെൻട്രിക് ആയിട്ട് സെൻട്രലാണേ ചാർജ്. വേറെ സ്ഫിയർ വരച്ചാലോ? ഇതും എന്താണ്? ഈ സ്ഫിയറും ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ഫിയറും ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അല്ലേ. എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കോൺസെൻട്രിക് ആയിട്ട് കുറേ സ്ഫിയേഴ്സ് ഇതൊക്കെ നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് വരയ്ക്കാം. പക്ഷേ ഇത് വരയ്ക്കുന്നവർ ശ്രദ്ധിക്കണം. ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് ഏറ്റവും കൂടുതൽ? ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ അതിൻ്റെ തൊട്ടടുത്തല്ലേ. അകലത്തേക്ക് പോകുമ്പം ഇലക്ട്രിക് ഫീൽഡ് കുറയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അടുത്താണ് അല്ലേ. അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ. ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അടുത്തടുത്ത് വരക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആയിട്ട് വരക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ തൊട്ടടുത്തല്ലേ. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഒരു സ്ഫിയർ. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. ഈ ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസായത്. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ കുറച്ച് അടുത്ത് വരയ്ക്കുക. ഓക്കെ, അകലത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊക്കെ നമ്മൾ വരച്ചതൊക്കെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് അടുത്തടുത്ത് വരയ്ക്കുക. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂട്ടുക, പിന്നെയും ഗ്യാപ്പ് കൂട്ടുക. അടുത്ത് വരയ്ക്കുമ്പോൾ ഇനിയും ഗ്യാപ്പ് ഇട്ട് വരയ്ക്കുക. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ ഗ്യാപ്പ് കൂടുന്നതിൻ്റെ അർത്ഥം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള ഈ ഗ്യാപ്പ് കൂടുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ വെരി ക്ലോസ്. ഓക്കെ, സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ വെരി ക്ലോസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ വെരി ക്ലോസ് ഇൻ ദ റീജിയൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വളരെ ക്ലോസ് ആണ്. വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ആകും തോറും, ഇലക്ട്രിക് ഫീൽഡ് കുറയും തോറും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ഫാർ അപ്പാർട്ട്. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയ സർഫസ്. ആ ഒരു പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഈ സ്ഫിയേഴ്സിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അങ്ങനെ. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ അടുത്ത് വരക്കണം അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് അടുത്ത് വരക്കുക. അകലത്തേക്ക് പോകുമ്പോൾ ഫീൽഡ് കുറയും. അപ്പോൾ ഇഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ വെരി ക്ലോസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വളരെ ക്ലോസ് ആണെങ്കിൽ ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി സ്ട്രോങ്. ആ രൂപത്തിൽ
ആൻഡ് ഇഫ് ദേ ആർ ഫാർ അപ്പാർട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വീക്ക്. ഇനി നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് വിചാരിക്കും. ഇതതിൻ്റെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് അല്ലേ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്കറിയാം ഫീൽഡ് എങ്ങനെയാണ്, ഫീൽഡ് എവേ ആണ് അല്ലേ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് എവേ ആണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത് നമ്മൾ വരച്ചത്, ഇതിൻ്റെ പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഈ ലൈൻസും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എന്താ അടുത്ത പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വേറെ എവിടെയെങ്കിലും വരച്ച് നോക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എവേ ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി വേറെന്ന് പറയാനുള്ളത്, അപ്പോൾ ഇതൊരു ചാർജ്, ഇത് തൽക്കാലം ഞാനിപ്പോൾ ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് എടുത്തു, അതിന് ചുറ്റും ഇതാണ് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യണം. ഈ ചാർജിനെ ഇവിടുന്ന് ഇവിടത്തേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പം മൂവ് ചെയ്യണമെങ്കിലുള്ള വർക്ക്, അപ്പോൾ എന്താ പറയുന്നത്, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം one point to another point over an equipotential surface. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിൽ നമ്മൾ പറഞ്ഞു, രണ്ട് പോയിന്റ് തമ്മിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുക അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡിക്കേഷൻ എന്തിനും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു W/Q എന്നല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു W/Q. അതിൽ W എന്താണ്, W എന്ന് പറഞ്ഞാൽ ഈ ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ അല്ലേ, പോയിന്റിൽ നിന്ന് പോയിന്റ് വരെ. അപ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ഈ ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്കാണ് W അല്ലേ. അങ്ങനെയാണ് W എന്ത് വരും, W ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വരും. Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞാൽ ഇവിടെയും ഇവിടെയെല്ലാം പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ പറഞ്ഞത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ ഇത്. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം അല്ലേ, പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, ഡിഫറൻസ് പറയുമ്പോൾ V - V, പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് പറയുമ്പോൾ V - V അങ്ങനെയല്ലേ വരിക, അപ്പോൾ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ W ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ 0 അല്ലേ വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്, ചാർജിന് മൂവ് ചെയ്യാനുള്ള വർക്ക്, to move a charge from one point to another point, over an equipotential surface. Work required to move a charge from one point to another point over an equipotential surface is work at 0. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ അതിലൂടെ മൂവ് ചെയ്യാൻ വർക്ക് റിക്വയർഡ് എത്രയാണ്, വർക്ക് റിക്വയർഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ഓർമ്മിക്കുക. പൊട്ടൻഷ്യൽ സെയിമായ സർഫസാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇത് വരക്കുന്ന നേരം ക്ലോസ് ആയിട്ട് വരക്കണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കുറയും തോറും അകലം കൂട്ടി വരക്കുക. ഓക്കെ, ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് വരച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പിന്നെ പറഞ്ഞത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓവർ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈ 0 അല്ലെ, വർക്ക് 0 എന്നാണ് പറഞ്ഞത്. ചാർജിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ മൂവ് ചെയ്യിക്കാനുള്ള വർക്ക് എന്താണ്, 0 ആണ്. ഇനി നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുന്നത് ഇത് ഫോർ എ പോയിന്റ് ചാർജ് അല്ലേ, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ വരച്ചത്. ഇതേപോലെ നമ്മൾ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരും, ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണ് വരിക. ഓക്കെ, ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഡൈപോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക, +Q അല്ലേ, -Q
plus q minus q separated by a small distance is called a dipole. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കണം. റെഡി? ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ചാർജ് ആണെങ്കിൽ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരയ്ക്കുക? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇങ്ങനെ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും അല്ലേ? അതുപോലെ ഇതിൻ്റെത് വരക്കേണ്ടത് ഇങ്ങനെ സ്ഫിയറിക്കൽ ഇതിലാണ് വരക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ രണ്ട് ചാർജ്, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ചാർജ് ഇല്ലേ? അപ്പോൾ ഈ പോയിന്റ് നോക്കി, ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഒരു പോയിന്റ് നിങ്ങൾ എടുക്കും. അവിടെ നമ്മൾ പോയിന്റ് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് എവേ അല്ലേ? പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് എവേ. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് ടുവേർഡ്സ്, അതിൻ്റെ ഇത് E1 E2. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് എവേ, ഇതിൽ നിന്ന് എവേ. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് അതിൻ്റെ അടുത്തേക്കും. അപ്പോൾ രണ്ട് ഫീൽഡും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ രണ്ട് ഫീൽഡും സെയിം ഡയറക്ഷൻ ആയാലും ടോട്ടൽ കാണാൻ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ E1 + E2 ആണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഫീൽഡ് കൂടും. ഇനി നിങ്ങൾ ഇതിൻ്റെ ഈ സൈഡിൽ നോക്കൂ, ഇത് പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് എവേ, E1 എവേ, ഇതിൻ്റെ ഫീൽഡ് എവേ. ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ? നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എങ്ങോട്ടാ? ടുവേർഡ്സ്, അതിനടുത്തേക്ക്. നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക്, അങ്ങോട്ടേക്കല്ലേ ഫീൽഡ് വരിക? ഓക്കെ, അപ്പോൾ ഫീൽഡ് എങ്ങനെയുള്ള? ഫീൽഡ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിസൾട്ടൻ്റ് എത്രയാണ്? റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ E1 - E2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫീൽഡ് E1 - E2 ആണ്, ഇവിടെ ഫീൽഡ് E1 + E2 ആണ്. അപ്പോൾ ഇവിടെ കൂടുതലായി, E1 + E2 ആയതുകൊണ്ട് ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ E1 - E2 ആയതുകൊണ്ട് ഇവിടെ ഫീൽഡ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഫീൽഡ് കൂടുതലും ഇവിടെ ഫീൽഡ് കുറവാണ്. നമ്മളെന്താ പറഞ്ഞത്? ഫീൽഡ് കൂടിയ സ്ഥലത്ത്, അപ്പോൾ മനസ്സിൽ വെച്ചോളൂ, ഇവിടെയാണെങ്കിൽ കൂടുതൽ, ഇവിടെ കുറവ്. ഫീൽഡ് കൂടിയ സ്ഥലത്ത് അടുത്തടുത്ത് വരക്കണം എന്ന് പറഞ്ഞു. ഫീൽഡ് കുറഞ്ഞ സ്ഥലത്ത് വിട്ട് വരക്കണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഞാൻ ആദ്യം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതിൻ്റെ വരക്കാണ്. ജസ്റ്റ് ഞാൻ ആദ്യം ഇങ്ങനെ വരച്ചിട്ടു. ഈ ഭാഗത്ത് ഫീൽഡ് കൂടുതൽ, ഈ ഭാഗത്ത് കുറവ്, അങ്ങനെയല്ലേ പറഞ്ഞത്? ഫീൽഡ് കൂടിയ സ്ഥലത്ത് അടുത്ത് വരക്കണം അല്ലേ? ഫീൽഡ് കൂടിയ സ്ഥലത്ത് അടുത്ത് വരക്കണം. ഫീൽഡ് കുറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വിട്ട് വരക്കണം, അങ്ങനെയല്ലേ പറഞ്ഞത്? റെഡി? ഫീൽഡ് കൂടിയ സ്ഥലത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ക്ലോസ്, ഫീൽഡ് കുറഞ്ഞ സ്ഥലത്ത് വൈഡ് ആയിരിക്കണം. അടുത്തത് വരക്കുമ്പോൾ കുറച്ചുകൂടി ദൂരോട്ട് പോകുമ്പോൾ ഫീൽഡ് കുറയുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി വിട്ട് വരക്കുക. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിട്ട് വരക്കുക. ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഇവിടെ ഫീൽഡ് കുറയുന്നതാണ്. അതേപോലെ നിങ്ങൾ ഈ ചാർജിൻ്റെ കേസിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾ നോക്കിയാൽ ഫീൽഡ് കൊടുക്കുക. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എവേ, പോസിറ്റീവ് ചാർജിൻ്റെത് എവേ, നെഗറ്റീവ് ചാർജിൻ്റെത് അതിൻ്റെ ടുവേർഡ്സ്. അപ്പോൾ രണ്ട് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ കൂടുതൽ. അതേപോലെ നിങ്ങൾ ഈ സൈഡ് ചെക്ക് ചെയ്താൽ ഫീൽഡ് കുറവായിരിക്കും. രണ്ട് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നോക്കൂ, നെഗറ്റീവിൻ്റെത് ടുവേർഡ്സ്, പോസിറ്റീവിൻ്റെത് എവേ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ഫീൽഡ് E1 - E2 ആണ്. ഇവിടെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് E1 + E2 ആണ്. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഫീൽഡ് കൂടുതലും, അപ്പോൾ ഈ കേസിൽ ഈ ഭാഗത്ത് ഫീൽഡ് കൂടുതൽ, ഈ ഭാഗത്ത് ഫീൽഡ് കുറവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ ഭാഗത്തല്ലേ കൂടുതൽ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലോസ് ആക്കി വരക്കുക. ഇവിടെ ഇങ്ങനെ പറഞ്ഞ പോലെ വിട്ട് വരക്കുക. അടുത്തത് ഇവിടെ നന്നായിട്ട് വിട്ട് വരക്കുക. പിന്നെ വേറൊരു മെയിൻ പോയിന്റ് പറയാനുള്ളത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, ഇപ്പോൾ പറയാം. അപ്പോൾ ഇതിങ്ങനെ വന്ന് രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇതിൻ്റെ മുകളിലൂടെ അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് അന്നേരം അടുത്തത് വരച്ച് അതുപോലെ അതിൻ്റെത് വരച്ച് വരച്ച് വരുന്ന സമയത്ത് ഇതുവരെ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇൻ്റർസെക്റ്റ്. അതിൻ്റെ റീസൺ ഇപ്പോൾ പറയാം. അപ്പോൾ ഇങ്ങനെ വരച്ച് ലാസ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാവും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാവുമെന്ന് പറഞ്ഞ അർത്ഥം ഇതിൻ്റെ മുകളിലെല്ലാം ഈ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ഇവിടെയെല്ലാം പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ആരുടെ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു, എന്തെന്ന്? അപ്പോൾ ഈ വരച്ചതൊക്കെ ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇത് അടുത്ത അപ്പോൾ ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നല്ലേ പറഞ്ഞത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് എന്നല്ലേ പറഞ്ഞത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്
പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് വേണം. ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് എവേ അല്ലേ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് എവേ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് എവേ. അപ്പോൾ ഈ ഫീൽഡ് ഇതാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഞാൻ പറഞ്ഞു. ഇത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇത് ഫീൽഡ്. ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് ഇതിന് പെർപെൻഡിക്കുലർ ആണോ ഫീൽഡ്, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇത് ആംഗിൾ 90 അല്ലല്ലോ, അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണോ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് അപ്പോൾ ഈ ആംഗിൾ 90 അല്ല, പെർപെൻഡിക്കുലർ അല്ല ഫീൽഡ്. പിന്നെ ഞാൻ പറഞ്ഞു ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ഉണ്ടാവുക എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്തത് മക്കളെ, ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് മാത്രമാണ്, ഈ ചാർജിൻ്റെ ഫീൽഡ് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തേ. ഈ പോയിന്റിൽ ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ഉണ്ടാവില്ലേ, അപ്പോൾ ഇത് ഈവൺ ആയിട്ട് എടുക്കും, നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് E2 ആയിട്ട് എടുക്കും. നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എങ്ങനെയാണ് ടുവേർഡ്സ്. അപ്പോൾ അവിടെയുള്ള റിസൾട്ടൻ്റ് ഫീൽഡ് കാണണം. റിസൾട്ടൻ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് അവിടെ ഉണ്ടാവും, അല്ലാണ്ട് ഈ രണ്ട് ഫീൽഡ് ഒന്നും രണ്ട് ഫീൽഡ് ഞാൻ മാർക്ക് ചെയ്തത് റിസൾട്ടൻ്റ് ഫീൽഡ് കാണുന്നത് ഇങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വരച്ചത്. ഈ റിസൾട്ടൻ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡ് അവിടെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ഫീൽഡേ ഉണ്ടാവും, റിസൾട്ടൻ്റ് ഫീൽഡേ ഉണ്ടാവും. ആ റിസൾട്ടൻ്റ് ഫീൽഡ്, ഈ രണ്ട് ചാർജിനും കൂടിയുള്ള റിസൾട്ടൻ്റ് ഫീൽഡ് ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ റിസൾട്ടൻ്റ് ഫീൽഡ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ ഒരു പോയിന്റ് പറഞ്ഞു, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന്. ഇപ്പോൾ നമ്മൾ ഇത് ഈ ചാർജിൻ്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വരച്ചു. ഓക്കെ, ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഞാൻ വേറൊന്ന് ഇങ്ങനെ വരച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് വേറൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയുന്നു. ഇത് വേറൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഇത് പോസിബിൾ അല്ല. ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് നെവർ ക്രോസ് ഈച്ച് അതർ. രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ക്രോസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റൊന്ന് വരയ്ക്കാൻ പാടില്ല, ആ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഒരു പോയിന്റിൽ ഒരു ഫീൽഡ് ഉണ്ടാവും, ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടാമത്തെ ഞാൻ തൽക്കാലം വായിക്കുന്നത്. ആദ്യത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയല്ലേ, ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് ഇവിടെ ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് അല്ലേ, റെഡി. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ്. അടുത്ത ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെയാണെന്നല്ലേ, ഇങ്ങനെ വരച്ചില്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തേന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ്. ഇപ്പോൾ രണ്ടാമത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ വരച്ചത് ഇതല്ലേ, ഇങ്ങനെയല്ലേ, രണ്ടാമത്തത് വരച്ചത് ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ വരച്ചത്. ഇതും ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ, ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ്. ഈ രണ്ടാമത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ്. അപ്പോൾ ഒരു പോയിന്റിൽ ഒന്ന് ആദ്യത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇത്, ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ്. അടുത്ത ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ്. അപ്പോൾ ഒരു പോയിന്റിൽ ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ, രണ്ട് ഫീൽഡ്, ഒരു പോയിന്റിൽ രണ്ട് ഫീൽഡ്, ഇത് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ആദ്യത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ വരക്കുക, അത് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡ് വരച്ചു. അപ്പോൾ ഒരു പോയിന്റിൽ രണ്ട് ഫീൽഡ്, രണ്ട് ഡയറക്ഷൻ ഫോർ ഫീൽഡ്, അത് പോസിബിൾ അല്ല. സോ ഒരു പോയിന്റിൽ ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. സോ ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആരതൊക്കെ വരച്ചു? ഒരു പോയിന്റ് ചാർജിൻ്റെത് വരച്ചു, പിന്നെ ഡൈപോളിൻ്റെത് വരച്ചു ഇപ്പോൾ അല്ലേ, പോയിന്റ് ചാർജിൻ്റെതായി ഡൈപോളിൻ്റെതായി. ഓക്കെ, അതും വരച്ചു. പിക്ചറൊക്കെ വരച്ച് പഠിക്കണം. ഞാൻ വരച്ച പിക്ചർ ഞാൻ ഇറേസ് ചെയ്തിട്ടുണ്ട്, നോക്കണം, അത് വരച്ചതുപോലെ വരച്ചെടുക്കണം കേട്ടോ. ഡൈപോളിൻ്റെത് വരച്ചു. അടുത്തത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയായിരുന്നു വരച്ച് കാണിക്കുക? ഓർമ്മയുണ്ടോ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ വരച്ച് കാണിക്കുക എങ്ങനെയായിരുന്നു? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ വരച്ച് കാണിക്കുക ഇങ്ങനെ ഇക്വി ഡിസ്റ്റൻ്റ് പാരലൽ ലൈൻസ് അല്ലേ, ഇക്വി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പാരലൽ ലൈൻസ് കൊണ്ടാണ്
ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ് കൊണ്ടാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ ഇക്വി ഡിസ്റ്റൻറ്റ് പാരലൽ ലൈൻസ് വഴി റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരായിരുന്നു? കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞാണ്. അതായത് ഒരു ഷീറ്റൊക്കെ വെച്ചല്ലേ, തിൻ ഷീറ്റ്, ഇങ്ങനെയുള്ള ഷീറ്റ് അല്ലേ, ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫീൽഡ് നമ്മൾ യൂണിഫോമാന്ന് പറഞ്ഞു. യൂണിഫോമാന്ന് പറഞ്ഞ അർത്ഥം ഈ ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഫീൽഡ് എല്ലാവരുടെയും സെയിം ആയിരിക്കും അല്ലേ. പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഷീറ്റൊന്നും നമ്മൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റുകളാണ് യൂണിഫോം ഫീൽഡ് ഉണ്ടാക്കുക. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കണം. ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നമ്മളിപ്പം വരച്ച പോലെ സ്ഫിയർ ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ നമ്മൾ വരച്ചത്. അതുപോലെ വരച്ചാൽ നിങ്ങൾ വരച്ച് നോക്കുക. അതുപോലെ ഞാൻ ജസ്റ്റ് വെറുതെ മനസ്സിലാൻ പറയുന്നതാണ്. ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ പറഞ്ഞു ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാവുമോ? തെറ്റാണത്. കാരണം ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. ഇതാരുടെ ഡയറക്ഷനാണ്? ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇത് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ലൈനില്ലേ. ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമ്മൾ പഠിച്ച പോയിന്റ് എന്താ? ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണ്ടേ? ആരും ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും പെർപെൻഡിക്കുലർ ആയിരിക്കണ്ടേ? ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇങ്ങനെയാകുമ്പോൾ പെർപെൻഡിക്കുലർ ആവുമോ? ഇങ്ങനെ ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആവില്ലല്ലോ. അപ്പോൾ ഇതല്ല, ഈ വരച്ചതല്ല ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ വരക്കുക? ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ വെച്ചു. ഓക്കെ. ഇതിങ്ങനെ ഞാൻ വെച്ചതുപോലെ ഒരു പ്ലെയിൻ ഇങ്ങനെ വെക്കുക. ഓക്കെ. അപ്പോൾ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്, ഇനി പെർപെൻഡിക്കുലറായിട്ടാണ് ആര്? ഫീൽഡ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയിൻ വെക്കുക, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ പ്ലെയിന് ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്തത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറേ എണ്ണം വരക്കാം. അടുത്തത് ഞാൻ ഇവിടെ വരച്ചു. ഇതാണ് അടുത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ. അടുത്തത് ഞാൻ ഇവിടെ വരച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇത് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ അകലം കുറവല്ലേ. അകലം കുറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇത് തമ്മിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലേ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അടുത്താണെങ്കിൽ അർത്ഥം എന്താ? ഫീൽഡ് കൂടുതലാണ്. ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടിയതിൻ്റെ അർത്ഥം നമ്മൾ പോയിട്ടില്ല, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിൽ ഫാർ അപ്പാർട്ടാണെങ്കിൽ അവർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും അടുത്ത് വരച്ച ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അടുത്ത് വരച്ചതിൻ്റെ അർത്ഥം ഫീൽഡ് കൂടുതൽ, ഇവിടെ ഡിസ്റ്റൻസ് ഇട്ട് വരച്ചതിൻ്റെ അർത്ഥം ഫീൽഡ് കുറവ്. പക്ഷേ ഇത് യൂണിഫോം ഫീൽഡ് അല്ലേ. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫീൽഡ് എന്താണ്? സെയിം അല്ലേ. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫീൽഡ് സെയിം അല്ലേ. അപ്പോൾ ഇത് ശരിയാവില്ല. ഇവിടെ ഫീൽഡ് കൂടുതൽ, ഇവിടെ ഫീൽഡ് കുറവ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഫീൽഡ് എല്ലാവരുടെയും എന്താവണം? സെയിം ആവണം. ഫീൽഡ് സെയിം ആവണമെങ്കിൽ ഇങ്ങനെ വരക്കരുത്. എന്ന് വെച്ചാൽ ഇതേ ഡിസ്റ്റൻസ് തന്നെ, ഈ കാണുന്ന ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ആ ഡിസ്റ്റൻസിൽ തന്നെ അടുത്തതും വരക്കണം. അതേ ഡിസ്റ്റൻസിൽ തന്നെ അടുത്തും വരക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള കുറേ പ്ലെയിൻ. അപ്പോൾ ഇത് കണ്ടീഷനിൽ നോക്കിക്കോ, ഈ പ്ലെയിനിന് ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഓക്കെ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡ്. പിന്നെ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് കുറഞ്ഞാലാണ് ഫീൽഡ് കൂടുതൽ. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇവിടെയുള്ള ഫീൽഡും സെയിമാണ്. അപ്പോൾ ഫീൽഡ് സെയിമാന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വരച്ചിരിക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവിടെ ഞാൻ ഒരു എ എന്ന് പറയുന്ന പോയിൻ്റ് എഴുതി, ഇവിടെ ബി എന്ന് പറയുന്ന പോയിൻ്റ് എഴുതി, ഇവിടെ സി എന്ന് പറയുന്ന പോയിൻ്റ് എഴുതി, ഇവിടെ ഡി എന്ന് പറയുന്ന പോയിൻ്റ് എഴുതി, ഇവിടെ ഇ എന്ന് പറയുന്ന പോയിൻ്റ് എഴുതി. അപ്പോൾ നമ്മൾ ഈ ഓരോ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതാണ്. പൊട്ടൻഷ്യലെ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ല. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ VA പൊട്ടൻഷ്യൽ അറ്റ് A ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് B ആണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ മുകളിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതേപോലെ ഈ രണ്ട് പോയിന്റിൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. VC ഈക്വൽ ടു VD ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഞാൻ VE എന്ന് എഴുതി. പക്ഷേ ഇവിടെ വേറെ പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടിടയ്ക്കും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും.
അപ്പോൾ വി എ ഈക്വൽ വി ബി, അതുപോലെ ഇവിടെ രണ്ടിടക്കും പൊട്ടൻഷ്യൽ സെയിം, ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം, അതുപോലെ ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം. ഇനി ഇങ്ങനെ എഴുതിയല്ലോ. ഇനി ഇതിലേതാണ് കൂടുതൽ? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതല്ലേ ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണല്ലോ ഇത്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കൂടുതൽ, ഇവിടെ കുറവ്. അപ്പോൾ ഇവിടെ ഇത് കൂടുതൽ, ഇത് കുറവ്. അപ്പോൾ ഇങ്ങനെ അറിയാൻ മനസ്സിലായി? കാരണം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം, ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം. കാരണം ഇത് ഇക്കി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം. പക്ഷേ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, അതുപോലെ ഇവിടെ എല്ലാവരുടെയും സെയിം. പക്ഷേ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ കൂടുതലും അവിടെയുള്ള പൊട്ടൻഷ്യൽ കുറവും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്.